അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ഇതാണ്. ഇപ്പം ഒരു സർപ്രൈസ് ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ചാനലിലേക്ക് ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്. അപ്പം എന്തോന്ന് വെച്ചാൽ ഒരു ക്യാമറയാണ്. അപ്പോൾ ക്യാമറ എന്ന് വെച്ചാൽ നമ്മുടെ സോണിയുടെ A6400 എന്ന് പറഞ്ഞൊരു ക്യാമറ. ഇപ്പം ഞാനിങ്ങനെ മേടിക്കാനുള്ള കാരണം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങിലും കുറച്ച് കഥകളുണ്ട്. അതിന് മേടിക്കാനുള്ള കാരണം, അതെങ്ങനെ പോയി മേടിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥകളൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് അതിൻ്റെ അൺബോക്സിങ് നോക്കാം.
അപ്പോൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചു കാണാം. അപ്പോൾ ആ വീഡിയോക്കകത്ത് കുറച്ച് ചേഞ്ച് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ലെൻസിൻ്റെ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ മേടിച്ചിരുന്ന ക്യാമറ വെച്ചാൽ A6400 എന്ന് വെച്ചൊരു ക്യാമറയാണ് സോണിയുടെ. അതൊരു APS-C ലെൻസ് ഉള്ളൊരു ക്യാമറ. APS-C ലെൻസ് അല്ല, APS-C സെൻസർ ഉള്ളൊരു ക്യാമറയാണ്. എനിക്ക് ഈ ക്യാമറയെ പറ്റി വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. ജസ്റ്റ് ഞാൻ സെൽഫ് സ്റ്റഡി കേട്ടോ, സ്വന്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ ക്യാമറയെ പറ്റിയുള്ള ഇൻട്രസ്റ്റും ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി നടത്തി. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ പെട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടി പറയുന്നതെന്ന് വെച്ചാൽ 24.2 മെഗാപിക്സലിൻ്റെ APS-C ഒരു സെൻസറാണ് ഉള്ളത്. പിന്നെ 11 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 425 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ റിയൽ ടൈം ഐ ഫോക്കസ്, റിയൽ ടൈം ട്രാക്കിംഗ്, സൈലൻറ്റ് ഷൂട്ടിംഗ്, ടച്ച് ഫോക്കസ് മാതിരി സ്പെഷ്യാലിറ്റി എല്ലാം ഉള്ളൊരു ഹൈബ്രിഡ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മേടിച്ചപ്പം വിത്ത് കിറ്റ് ലെൻസ് എനിക്ക് അറൗണ്ട് ഒരു 75 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കഥകളും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കഥകളൊക്കെ ഒന്ന് പറയാം. അൺബോക്സിങ് എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ക്യാമറ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായതിനു ശേഷം ഇപ്പോഴും നിങ്ങൾ നോക്കിയറിയാം, അറൗണ്ട് ഒരു ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈം വരെ അറൗണ്ട് 281-82 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിൽ പലതും ഞാൻ പറഞ്ഞെന്ന് ചെയ്യിപ്പിച്ചവരുണ്ട്, സ്വന്തമായിട്ട് ഇഷ്ടം തോന്നി ചെയ്തവരുണ്ട്, എൻ്റെ കണ്ടന്റ് മേബി ഇഷ്ടപ്പെട്ട് ചെയ്തവരായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തവരുണ്ട്. അപ്പം ഞാനിതൊരു ഹോബിയായിട്ട് എടുത്തേക്കുന്നത്. ആക്ച്വലി എനിക്കും തോന്നി എൻ്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ എനിക്കെന്തോ ഇഷ്ടം തോന്നി, ഇങ്ങനെ എടുക്കണമെന്നൊരിതിൽ എടുത്തൊരു ക്യാമറയാണ് ഈ ഒരു സോണി ആൽഫ 6400 എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ അതിനെപ്പറ്റി കുറേ സ്റ്റഡി നടത്തി, എങ്ങനെ ഉണ്ട് ക്യാമറ കൊള്ളാവുന്നുണ്ട്, സ്റ്റഡിയും കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ എൻ്റെ സ്വന്തം ഫിൽറ്ററിങ് വഴി സെലക്ട് ചെയ്തൊരു മോഡലാണിത്. ആക്ച്വലി ഇത് സോണി നിർത്തിയൊരു ക്യാമറ, പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയൊരു മോഡലാണ്. നിങ്ങളെ ന്യൂസൊക്കെ ശ്രദ്ധിച്ചറിയാം. എനിക്കൊന്ന് 1 വർഷം മുമ്പോ 2 വർഷം മുമ്പാണ് സോണി നിർത്തിയതാണ് ഈ മോഡൽ. അല്ല, അതിന് മുമ്പേ നിർത്തിയതാണ്. അപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്കാണ് ഈ സോണി വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ തുടങ്ങിയത് വീണ്ടും ഈ ഇടയ്ക്കാണ് തുടങ്ങിയത്. നോക്കിയാൽ അറിയാം, എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന തന്നെ ഏപ്രിൽ 2025 മാനുഫാക്ചറിങ് ഡേറ്റുള്ളൊരു മോഡലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് പർച്ചേസിങ്ങിനെ പറ്റി പറയാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. ഓക്കെ, ഞാനിങ്ങനെ ഈ ക്യാമറ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുക. മേടിക്കാൻ നിന്നപ്പം എനിക്കെന്തോ മേടിക്കണമെന്ന് തോന്നി. പുറയിലാണ് കാണുന്ന റെക്കോർഡിങ്ങിൻ്റെ കേട്ടോ, മേടിക്കണമെന്ന് തോന്നി. ഞാനിങ്ങനെ ആലോചിക്കുക എവിടെ നിന്ന് മേടിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചുമ്മാ ഞാൻ ഈ ഗൂഗിൾ റിവ്യൂവിനകത്ത് കയറി നോക്കിയപ്പോഴേ കൊല്ലത്ത് സിയോൺ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. സംഭവം ഞാൻ സംഭവമൊക്കെ എടുത്ത് എവിടുന്നാണ് ഞാനിങ്ങനെ ഞാനിവിടെ ജോലിയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ സിയോൺ ക്യാമറാസിലെ ഒരു മോനു എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളിയോട് ഞാൻ മെസ്സേജ് അയച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. സ്കീമും എല്ലാം ചോദിച്ചു. ഇ എം ഐ ആയിട്ട് എടുത്തേക്കുന്ന EMI സ്കീമും എല്ലാം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ക്യാമറ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓക്കെ എല്ലാം പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ആ ക്യാമറ വരുന്നു എൻ്റെ ചാനലിന് വേണ്ടി, സുന്ദരൊരു ക്യാമറ, ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സാധനം പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞു, സ്കീം നോക്കി എല്ലാം ഓക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞ് കറൻലി ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഡൗൺ ആയിപ്പോയി. എന്നോട് ചോദിച്ചു 6700 ആണെന്ന് ചോദിച്ചു. എനിക്ക് മെയിൻലി ഈ ക്യാമറ എടുക്കാനുള്ള കാരണം നിങ്ങൾ അൺബോക്സിങ് കണ്ടല്ലോ, ആ ഫ്ലിപ്പപ്പ് സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു 6500 ഉണ്ട് ഈ ഒരു ഫ്ലിപ്പപ്പ്. 66 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്ര അറിയത്തില്ല. 67 ഇല്ല, 67 ഇതില്ല, ആ ഫ്ലാഷ് ഇല്ല, പിന്നെ ഫ്ലിപ്പപ്പ് സ്ക്രീനും ഇല്ല, മറ്റേ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീനാണ് ഉള്ളത്. 6700 വരുമ്പോൾ 4K 120 FPS വരെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് 64 എനിക്ക് ഇത്രയോടൊരു ഇഷ്ടം. എന്താ അറിയത്തില്ല, 64 ഒരു മിഡായിട്ടിരിക്കുന്ന ആ 6000 സീരീസിലെ ഏറ്റവും ഒരു നല്ല ക്യാമറ എന്ന് എനിക്ക് തോന്നിയത് 6400. അതുകൊണ്ട് ഞാൻ 6400 തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു പുള്ളിയോട്. അപ്പോൾ അങ്ങനെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ
എനിക്ക് ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചു. ഞാനാണെങ്കിൽ വൈകിട്ട് തന്നെ ഞാൻ പോയി. രാത്രിയിൽ ഇവിടുന്ന് 7:30 വരെ കടയുള്ളൂ. ഒരു 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി കൊല്ലത്ത് പോയി സാധനം എടുത്തു. ഒത്തിരി ഒന്നുമില്ല, മാക്സിമം ഒരു 15 മിനിറ്റ് കടയിൽ നിന്നു. പെട്ടെന്ന് വീട്ടിൽ വരേണ്ടിയിട്ട് കടയിൽ എനിക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കടയിൽ കയറി ഞാൻ കടയുടെ ഫോട്ടോസൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടേക്കാം. ആർക്കെങ്കിലും ക്യാമറസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പുള്ളി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. പുള്ളി പക്ക ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പുള്ളിക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്. ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളി ക്ലിയർ ചെയ്ത് തരും. ആ കാര്യത്തിന് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, ആ ഒരു ഇതും. പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്യാമറ എടുത്തതും സ്കീം ഫിനാൻസ് ചെക്ക് ചെയ്തതും പേയ്മെൻറ്റ് നടത്തിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്ന തിരിച്ചു വന്നു. പർച്ചേസിന് തിരിച്ചു വന്നിട്ട് വീട്ടിൽ സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഇങ്ങനെ തുറന്നു നോക്കുക. എനിക്കൊരു നല്ലൊരു എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ ഹാപ്പിനെസ് ആണോ എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇതാ നോക്കുന്നത്, സ്ക്രീനാണ് നോക്കുന്നുണ്ട്. പണ്ടേ കാണാൻ പറ്റും സ്ക്രീന്, അത് ഞാൻ നോക്കുന്നത് ഫോക്കസ് ആണോ. അപ്പം അതിങ്ങനെ നോക്കി അങ്ങനെ ഈ സാധനം വീട്ടിൽ വന്നു പൊട്ടിച്ചിട്ട് എല്ലാം തുറന്ന് നോക്കി. റിയലി എക്സൈറ്റഡ്. ഹാപ്പി എന്ന് വെച്ചാൽ ഹാപ്പിയാണ്. തുള്ളി ചാടാനെന്നുള്ള ഹാപ്പി ഇല്ല, പക്ഷെ ഹാപ്പിയാണ് എന്തോ. അപ്പം ഇതൊരു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ജേർണിയിൽ ഇനിയും 6400 ആയിരിക്കും നമ്മുടെ കൂടെയുള്ളൊരു ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനലിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു എന്തുവാ ഇൻവെസ്റ്റ്മെൻറ്റോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിലോട്ട് ഇട്ടേക്കുന്നത്. റിയലി അപ്പം ക്യാമറയുടെ ജസ്റ്റ് 2-3 ബി റോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഫ്യൂവല്. കമൻസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചീത്ത വിളിക്കരുത്. ഓക്കെ. പിന്നെ വ്യൂസ് കാണുക. എൻ്റെ വീഡിയോസ് ഇത്ര നാളെ കണ്ട വ്യൂവേഴ്സിന് താങ്ക് യു. എൻ്റെ വീഡിയോസ് എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. 280 പേരേ ഉള്ളൂ, എന്നാലും 281 പേരേ ഉള്ളൂ. അവർക്കെല്ലാം താങ്ക് യു. അപ്പം ഇനി അങ്ങോട്ട് ഓരോ നല്ല വീഡിയോസ് ഇടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ക്വാളിറ്റി ഇച്ചിലൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അടുത്ത ഓരോ ആക്സസറീസ് ആയിട്ട് ആഡ് ഓൺ ആക്കി എൻ്റെ യൂട്യൂബ് കരിയർ ഒന്ന് ഗ്രോ ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റോടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.